ഇതിൽ നിങ്ങൾക്ക് ഏതാനും റിലേസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സർക്യൂട്ട് ബോർഡ് കാണാം. അപ്പോൾ ഈ സർക്യൂട്ടിൽ അത് കൂടാതെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള മറ്റ് സാധാരണ അല്ലാതെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കമ്പോണൻസ് കാണാം. അതുപോലെ തന്നെ ഒരേ ടൈപ്പിലുള്ള കണക്ടിവിറ്റി ഉള്ള റിലേസിൽ 2 തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാം. അതായത് 2 തരത്തിലുള്ള കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ്. ഇതേപോലെ തന്നെ ഇതിൻ്റെ സിംഗിൾ റിലേ വരുന്നുണ്ട്. അപ്പോൾ ഈ റിലേസ് ഉപയോഗിക്കുന്നത് ഒരു ഓട്ടോമേഷൻ, നമ്മുടെ ഹോം ഓട്ടോമേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ നമുക്കിപ്പോൾ ഈ ഒരു റിലേ സിസ്റ്റത്തിനെ പറ്റി പറയാം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, അതായത് അത്രയും റിലേസ് ഉപയോഗിക്കുന്നത് സ്വിച്ചിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള സ്വിച്ചിങ് ആണ് ഓരോ റിലേയുടെ പ്രവർത്തനം. അപ്പോൾ ഇലക്ട്രോണിക്സ് അറിയുന്നവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. ഇല്ലെങ്കിൽ റിലേ എന്താണ് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രത്യേകിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്താൽ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിനകത്ത് ഈ ഒപ്റ്റോ കപ്ലർ കാണാം, അതുപോലെ SMD കപ്പാസിറ്റേഴ്സ് കാണാം, റെസിസ്റ്റേഴ്സ്, ഡയോഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാം. അതുകൂടാതെ ഇപ്പോൾ റിലേയും ഉണ്ട്. അപ്പോൾ അതുപോലെ ഇത് മറ്റ് ഡിവൈസുകളിൽ, മറ്റ് ബോർഡുകളിലും മറ്റ് കൂടുതൽ പാർട്സ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് പറയണം. ഞാൻ കോമൺലി ഇലക്ട്രോണിക്സ് അറിയുന്നവർക്ക് എന്ന നിലക്കാണ് ഞാൻ ഈ രീതിയിൽ സംസാരിക്കുന്നത്. അപ്പോൾ റിലേ എന്ന് പറയുന്നത് ഓൺ ആൻഡ് ഓഫ് ആയിട്ട് നമുക്ക് ഇവിടെ ഉപയോഗിക്കാവുന്ന ഒരു സ്വിച്ചാണ്. അതായത് ഇതിലേക്ക് വരുന്ന വോൾട്ടേജിനെ ഈ റിലേയിലൊരു കോയിൽ ഉണ്ടാവും, അതിനെ കൺട്രോൾ ഓൺ ആൻഡ് ഓഫ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇവിടെ ഒരു സ്വിച്ച് വഴി നിങ്ങൾക്ക് ഒരു ഹൈ പവർ ഡിവൈസ് ഓൺ ആൻഡ് ഓഫ് ചെയ്യാനുള്ള ഒരു കൺട്രോൾ ചെയ്യുന്ന സർക്യൂട്ടാണ് ഇപ്പോൾ ഇതിപ്പോൾ 4 സെക്ഷനായിട്ട് ഓൺ ആൻഡ് ഓഫ് ചെയ്യാവുന്ന ഒരു ഡിവൈസാണ്. ഇതിലേക്കുള്ള കംപ്ലീറ്റ് കൺട്രോളിങ്ങും നമുക്ക് പുറത്തുനിന്ന് വരണം. ഇതിനകത്ത് യാതൊരു വിധ കൺട്രോളിങ് സെക്ഷനും ഇല്ല. ജസ്റ്റ് പവർ ഇൻ ആൻഡ് ഔട്ട്. ഇവിടെ ഒപ്റ്റോ കപ്ലർ ഉണ്ട്, അതിൻ്റെ ആവശ്യം ഇതിനകത്ത് വേറെ വ്യത്യസ്തമാണ്. ഈ ഏരിയയിലായിട്ട് നിങ്ങൾക്ക് ഡയോഡുകൾ കാണാം. അപ്പോൾ അങ്ങനത്തെ ആവശ്യങ്ങൾ പ്രത്യേകിച്ചുണ്ട്. അത് ഈ ഡിവൈസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇപ്പോൾ ഈ 4 റിലേ മൊഡ്യൂൾ എന്നുള്ളതിൽ ഇത് ഡയറക്റ്റ് മൈക്രോ കൺട്രോളർ, ആർഡിനോ അല്ലെങ്കിൽ 8051, AVR, PIC, DSP അങ്ങനെ ഏത് തരം മൈക്രോ കൺട്രോളർ ഉപയോഗിച്ചും ഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാവുന്ന സിസ്റ്റമാണ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു പ്രത്യേക ഫ്രീക്വൻസിയിൽ പ്രത്യേക സ്പീഡിൽ ഇതും അതുപോലെ ഇതും അങ്ങനെ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ഒരു യൂണിഫോം അല്ലെങ്കിൽ ഒരു വളരെ വേരിയബിൾ ആയിട്ടുള്ള ഏതെങ്കിലും രീതിയിൽ റാൻഡം രീതിയിലൊക്കെ നിങ്ങൾക്ക് സ്വിച്ചിങ് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ഒരു സ്വിച്ചിങ് സർക്യൂട്ടാണ്. അത് ഹൈ സ്പീഡിൽ മൈക്രോ കൺട്രോൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഇതും അതേപോലെ തന്നെ ഒരു 4 ചാനൽ റിലേ ആണ്. അതും ഒരു 4 ചാനൽ റിലേ ആണ്. ഡീക് റോബോട്ട് എന്നുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാം. ആർഡിനോ, റാസ്ബെറി പൈ അതിനൊക്കെ പ്രത്യേകിച്ച് ഉപയോഗിക്കാവുന്ന ഒരു 4 ചാനൽ റിലേ കൺട്രോളാണ്. നമുക്ക് സാധാരണ ഇലക്ട്രിക്കൽ ഡിവൈസുകളിൽ കിട്ടാവുന്നത് 12 വോൾട്ട് ആൻഡ് 24 വോൾട്ട് ഒക്കെ റിലേ ആണെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് പ്രത്യേകം നോക്കിയാൽ കാണാം ഇത് 5 വോൾട്ട് റിലേസ് ആണ്. അപ്പോൾ മൈക്രോ കൺട്രോളറിന് ഡയറക്റ്റ് സ്വിച്ചിങ് ചെയ്ത് കൺട്രോൾ ചെയ്യിക്കാവുന്ന രൂപത്തിലാണ് ഈ റിലേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വലിയൊരു വ്യത്യാസം വരുന്നില്ല. അടുത്ത വളരെ ഹൈ പവർ ആയിട്ടുള്ള ഒരു ഡിവൈസ് സ്വിച്ചിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന കുറച്ച് പവർ കൂടിയ ടൈപ്പ് സ്വിച്ചാണ് ഇതിനകത്തുള്ളത്. നമുക്ക് ഇങ്ങനെയുള്ള റിലേസിന്ന് വലിയ വോൾട്ടേജ് സ്വിച്ച് ചെയ്തിട്ട് ഈ റിലേ എനർജൈസ് ചെയ്തിട്ട് ഈ റിലേ വഴി കുറെ കൂടിയ ടൈപ്പ്, അതായത് ഒരു ഹൈ പവർ ഇലക്ട്രിക്കൽ ഡിവൈസ് ഒക്കെ നമുക്ക് ഓൺ ആൻഡ് ഓഫ് ചെയ്യാൻ 5 വോൾട്ടിൽ കൺട്രോൾ ചെയ്യാവുന്ന ഒരു ഓൺ ആൻഡ് ഓഫ് ചെയ്യാവുന്ന ഒരു സ്വിച്ചിന് വേണ്ടിയിട്ട് ആ സ്വിച്ച് മെയിൻ സ്വിച്ച് ആയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഇത് കൂടിയ റേറ്റിംഗ് ഉള്ള റിലേ ആണ്. അപ്പോൾ ഈ റിലേ ഉപയോഗിച്ച് ഇതിനെ എനർജൈസ് ചെയ്യാം. അപ്പോൾ ഇതിനും സ്വിച്ചിങ് തന്നെയാണ് മെയിൻ ഫംഗ്ഷൻ വരുന്നത്. അടുത്തത് കുറച്ച് വെറൈറ്റിയാണ്, കുറച്ച് വ്യത്യസ്തമാണ്. അതായത് ഇത് വൈഫൈ ആണ്. വൈഫൈ കൺട്രോൾഡ് റിലേസ് ആണ്. അത് ഡയറക്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. വൈഫൈ റിലേ മൊഡ്യൂൾ എന്ന് പറയാം. നിങ്ങൾക്ക് ഇവിടെ ഈ മൊഡ്യൂൾ കാണാം. ഇവിടെ ഇതൊരു വൈഫൈ മൊഡ്യൂളാണ്. അപ്പോൾ ഇതിവിടെ നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ വൈഫൈ മൊഡ്യൂൾ ഇങ്ങനെ സെപ്പറേറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും. നമ്മളതിൽ സെപ്പറേറ്റ് വേറെ വൈഫൈ മൊഡ്യൂളുകൾ വേറെ ഉണ്ട്. അപ്പോൾ ഇത് വൈഫൈ മൊഡ്യൂൾ നമുക്കിപ്പോൾ ഏതൊരു പോയിന്റിലാണ്, ഏതൊരു പെർട്ടിക്കുലർ ആവശ്യത്തിന് ഏതൊരു ഏരിയയിലാണോ ആവശ്യം അവിടെ നമുക്ക് വൈഫൈ മൊഡ്യൂൾ ഇതുപോലെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്താൻ പറ്റും. നമുക്ക് ഇവിടുന്ന് ഈ കണക്ഷൻസ് വഴി നമുക്ക് മൈക്രോ കൺട്രോളറിലേക്ക് കണക്റ്റ് ആവും. നമുക്ക് ഈ കൺട്രോളുകൾ വഴി നമുക്ക് ഹൈ പവർ കൂടിയ ഡിവൈസുകളിലേക്കുള്ള കൺട്രോളിങ് ഇതിലൂടെ കിട്ടും. ഇതിലൂടെ ഈ റിലേസിൻ്റെ കണക്ഷനാണ് വരുന്നത്. ഇതിലേക്ക് വരുന്ന മൈക്രോ കൺട്രോളറിൻ്റെ കണക്ഷൻ നമുക്ക് വൈഫൈ വഴി ഇത് ആക്സസ് ചെയ്യാം. മൈക്രോ കൺട്രോളർ ഏതാണോ, ഇപ്പോൾ ആർഡിനോ യൂനോ, നാനോ, അതിൽ R4, റാസ്ബെറി പൈ ഏതായാലും ശരി. അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്വിച്ചിങ്ങൾ. അതായത് നമുക്ക് റോബോട്ടിക്സിൽ ആ മോട്ടോറുകൾക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഏത് തരത്തിൽ സ്വിച്ചിങ് വേണ്ടി വരുമോ, ഏത് തരത്തിൽ നമുക്ക് ആക്സസ് ചെയ്യേണ്ടി വരുമോ അതുപോലെ ഇരിക്കും നമുക്ക് ഏത് തരത്തിലുള്ള സ്വിച്ച് വേണം എന്നുള്ളത്.
അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. അപ്പോൾ റിലേസിനെ പറ്റി എന്തെങ്കിലും സംശയം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അത്യാവശ്യം 1-2 സെൻസറുകളെ നമ്മൾ പരിചയപ്പെടുത്തിയതിൻ്റെ വീഡിയോ ഞാനൊന്ന് ഈ എൻഡ് സ്ക്രീനിൽ കൊടുക്കാം, കണ്ടു നോക്കൂ.